കോൺഗ്രസ് ടാക്കീസിലും അത്യാവശ്യം കളിതമാശകളൊക്കെ അരങ്ങേറുന്നുണ്ട് കേട്ടോ. ആകപ്പാടെ ഭക്തിമയമാണ് എന്നു മാത്രം. കാര്യം എന്തൊക്കെയായാലും പൾസർ സുനിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ആ രംഗം കെ മുരളീധരനെ അത്രയങ്ങോട്ട് രസിച്ചിട്ടില്ല. എങ്ങനെയാ പിടിച്ചത്? കീഴടങ്ങാൻ കോടതിയിലെത്തിയ ആളെ ധൈര്യപൂർവ്വം അറസ്റ്റ് ചെയ്തു. കാരണം കോടതി വിരിഞ്ഞാലാണ്, അറസ്റ്റ് ചെയ്യാൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കോടതി കൂടിയ നേരാണെങ്കിൽ അത് ആ ബൈക്കിന്റെ ആ ട്രാഫിക് ജാം കാരണം രക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ കയറിയാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷെ നമ്മളിപ്പോ അതിന്റെ സാഹചര്യത്തിലേക്ക് കിടക്കുന്നില്ല. കാരണം കടന്നു കഴിഞ്ഞാൽ പറയും പ്രതിയുടെ കൂടെയാണ് പറഞ്ഞത്. പക്ഷേ കീഴടങ്ങാൻ വന്ന ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ത് നേട്ടമെന്നാ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് ശരി, പക്ഷെ അതിനെ വലിയ നേട്ടമായിട്ട് കാണിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അയാൾ ഇന്നലെ വന്നില്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്താ? വന്നില്ലായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല. ഏതായാലും മുരളിയേട്ട അറസ്റ്റ് ചെയ്തല്ലോ, അതങ്ങ് വിട്. ഇനി വേറൊരു വാളെടുത്ത് വീശ്. സ്വാശ്രയ മാനേജ്മെന്റുകളെ, ചില സ്വാശ്രയ മാനേജ്മെന്റുകളെ കയറൂരി വിട്ടതിന്റെ ഫലമാണ് ജിഷ്ണു എന്ന വിദ്യാർത്ഥി മരിക്കാനിടയത്. ഒരു പോക്കറ്റിൽ ചെകുവരയുടെയും മറ്റേ പോക്കറ്റിൽ പിണറായിന്റെയും ചിത്രം വെച്ച് നടന്ന ജിഷ്ണു മരിച്ചിട്ട് ഒരമ്മേനെ ഫോണിൽ വിളിക്കാനുള്ള മര്യാദ പോലും മുഖ്യമന്ത്രി കാണിച്ചു. എല്ലാ വീട്ടിലും പോകാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ടല്ലേ അത് സൗകര്യമുള്ള സമയത്ത് പോകും. അത് സാധാരണ നിലക്ക് അത്തരം ഒരു കുട്ടിയുടെ ഒരു ദുരന്തം സംഭവിച്ച ഒരു വീട്ടിലെ കുട്ടിയുടെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു പരാതിയാണ്. അവർക്ക് അവിടെ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹമുണ്ട്. എനക്കും ആഗ്രഹമുണ്ട്. ഞാൻ സമയത്തെത്തും. അതിനെപ്പറ്റി ബേജാറാവുണ്ട്. ഇന്ന് പോകാൻ കഴിയില്ല. ഇന്ന് പോകാൻ കഴിയില്ല. ഏതെങ്കിലും ദിവസം ഞാൻ പോകും. എനിക്ക് സൗകര്യമുള്ളപ്പോൾ പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി കെ മുരളീധരന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പൊളിമിക്സ് അങ്ങനെ ചെയ്യില്ല. മരണവീട്ടിൽ പോകുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെ സൗകര്യം പോലെ ചെയ്യട്ടെ. ഭരണം എങ്ങനെയുണ്ട് അതാണല്ലോ അറിയേണ്ടത്. ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോയാൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമായിരിക്കും. ഇപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. 8 മാസത്തെ മാർക്കിട്ടാൽ 20% മാർക്ക് പോലും ഈ സർക്കാരിന് കൊടുക്കാൻ സാധ്യമല്ല. ഞാൻ പറയാം, ഇപ്പൊ ഞങ്ങളുടെ ഗവൺമെന്റിനെ പൂമാലയിട്ട് ഇവർ സ്വീകരിക്കണമെന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ലെന്ന്. ആകെ മന്ത്രിമാര് കസേരയിൽ ഇരുന്ന് പണി തുടങ്ങണ്ടേ? ഇവര് വഷളാക്കി വെച്ചിരിക്കുക. ആകെപ്പാടെ ഒരു ഭാഗം ഊറിവാരി വരുവോ ഇല്ല. അപ്പോ അവിടെ എന്തെങ്കിലും ഒന്ന് നടക്കണമെങ്കിൽ അതിനൊരു അവസരം തരണമല്ലോ. മന്ത്രിമാർ ഇരുന്നൊരു പണി തുടങ്ങണമല്ലോ. അതിന് അവസരം കൊടുക്കണ്ടേ? അതിന് മുമ്പ് തുടങ്ങി രാജി രാജി എന്നും പറഞ്ഞ പ്രിയുള്ളൂര്. നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്ക് മനസ്സിലാവില്ല. അവര് പറഞ്ഞാൽ നമ്മുടെ മന്ത്രിക്ക് മനസ്സിലാവില്ല. മന്ത്രിക്ക് ആകെ അറിയാവുന്ന ആംഗലേയ ഭാഷ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4. അവ പിന്നെ വൈദ്യുതി എങ്ങനെ വാങ്ങാൻ പറ്റും? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ടെന്ന് ബന്ധപ്പെട്ടവരൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഞങ്ങൾക്ക് ഈ കാര്യത്തിലെല്ലാം നല്ല വ്യക്തതയുണ്ട്. മഴ പെയ്യാത്തത് മന്ത്രിയുടെ കുറ്റമല്ലാന്ന് എനിക്കറിയാം. പക്ഷെ പണ്ട് കാലത്തിന് ചൊല്ലുണ്ട്, എരണം കേട്ടോ നാട് ഭരിച്ചാൽ നാട് പിടിക്കും. ഈ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തികളാണ്. പ്രത്യേകിച്ച് ഈ കാരുണ്യ സ്കീമൊക്കെ നിർത്തിക്കഴിയുമ്പോൾ പാവപ്പെട്ട രോഗികൾ മനസ്സുരുകി ശപിക്കും. അതാ മഴ പോലും പെയ്യാത്ത.
ഓ, ഇവിടെ നടത്തിയ ആരാ? ഉമ്മൻചാണ്ടി. ഈ കഥാപ്രസംഗ മത്സരത്തിന്റെ ബാക്കി അടുത്ത ദിവസങ്ങളിൽ കാണാം. അതിനുള്ള സഭ ചേരുന്നുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിന് ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ബാനറുകളുമായാണ് വന്നത്. അതോടെ അവരുടെ നയം വ്യക്തമായല്ലോ. പിന്നെ സർക്കാരിൻ്റെ നയം, അതാണ് ഗവർണർ പ്രസംഗിച്ചത്. നിഷ്ക്രിയമായ ഒരു പ്രസംഗമാണ് ഇന്ന് നമ്മൾ കേട്ടത്. തികച്ചും വിരസമായ ഒരു പ്രസംഗമാണ് ഗവർണർ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ആ പ്രസംഗത്തെ അംഗങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്നുകൂടി നോക്കാം. Honorable Speaker, Honorable Chief Minister, Honorable Ministers, Honorable Leader of Opposition, Honorable Members, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പരിപൂർണേന്ദു തന്റെ നിലാവോ പുത്തൻ പവീഴ കൊടിയോ ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ തുടക്കം ഇങ്ങനെയായി പോയെങ്കിലും തിങ്കളാഴ്ച മുതൽ സഭ തികച്ചും സജീവമായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിനു വേണ്ടി പൊളിമിക്സ് ഉറപ്പു തരികയാണ്. നന്ദി, നമസ്കാരം.